ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ വധശ്രമത്തിന് കേസെടുത്ത വിഷയത്തിൽ അത് മാതൃകാ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ്, അത് നിങ്ങൾ ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ്. ഈ നവകേരള സദസ്സ് എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇയാൾ ആരാണ്? മഹാരാജാവാണോ? മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ, ഇപ്പോൾ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാകുന്നു. പോലീസിന് നേരെ കല്ലേറ്, ജലപീരങ്കി പ്രയോഗം, വനിതകൾ ഉൾപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ കല്ല് വലിച്ചെറിയുന്ന കാഴ്ച. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് KPCC നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നു. അല്ലമീൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അല്ലമീൻ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണല്ലോ പോലീസിന്റെ ജലപീരങ്കിയും പ്രവർത്തകരുടെ കല്ലേറും ഒക്കെ ഉണ്ടാകുന്നത്. വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. KPCC ആഹ്വാനം ചെയ്തിട്ടുള്ള DGP ഓഫീസ് മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ വേദിയിൽ നിൽക്കവെയാണ് പ്രവർത്തകർ പ്രകോപിതരായതും പോലീസിന് നേരെ കല്ലേറുമായി തിരിഞ്ഞത്. ഇപ്പോൾ പോലീസ് 2 തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുകയാണ്. കല്ലേറിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ മാധ്യമ പ്രവർത്തകന് തലയ്ക്ക് പൊട്ടലേറ്റിരിക്കുന്നു. ക്യാമറാമാനാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നിരവധി തവണ പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ വലിയ തോതിൽ കല്ലേറുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസിന് നേരെ വലിയ തരത്തിൽ കല്ലേറ് നടക്കുന്നു. KPCC അധ്യക്ഷൻ സുധാകരൻ വ്യാപക മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നിടത്തേക്കൊക്കെ താറുമാണ് കല്ലേറ്. വലിയ കല്ലും തടിക്കഷ്ണങ്ങളും മറ്റു കഷ്ണങ്ങളുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ വലിച്ചെറിയുന്നത്. അത് മാധ്യമ പ്രവർത്തകർക്ക് നേരെയും എന്ന് പതിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ദിനേശ് രാജിന്റെ ചെവിയിലും കല്ലേറ് ഉണ്ടായിരിക്കുകയാണ്. അല്ലമീൻ സേഫായ ഒരിടത്തേക്ക് മാറൂ. അല്ലമീൻ അവിടെ സേഫായ ഒരിടത്തേക്ക് മാറൂ. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണാം. വളരെ പെട്ടെന്നാണ് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായത്. അത് വളരെ വേഗത്തിൽ സംഭവിച്ച ഒന്നാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർച്ച് അക്രമാസക്തമാകുന്നു. പോലീസിന് നേരെ വലിയ തോതിലുള്ള കല്ലേറുണ്ടാകുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ KPCC നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ച് അക്രമാസക്തമാകുന്ന കാഴ്ച. പോലീസിന് നേരെ കല്ലേറ്. KPCC അധ്യക്ഷന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് മാർച്ച് അക്രമാസക്തമാകുന്നത്. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തുന്നത് എന്നതുകൂടി ഓർക്കുക. തുടരെ പ്രവർത്തകർ ഇപ്പോൾ കല്ലേറ് നടത്തുന്നുണ്ട്. നേരത്തെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കല്ലേറ് നടത്തുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അങ്ങനെ വലിയ തോതിൽ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കാണാൻ കഴിയും. മാധ്യമ പ്രവർത്തകർക്ക് ഈ കല്ലേറിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ക്യാമറമാന് ചെവിക്ക് പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമുണ്ടായിട്ടും പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ വർദ്ധിത വീര്യത്തോടെ വീണ്ടും പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക്, ബാരിക്കേഡിന് മുന്നിലേക്ക് ആർത്തലച്ചെത്തുന്ന കാഴ്ച. അങ്ങനെ തുടർച്ചയായ സംഘർഷമുണ്ടാകുന്നു. അങ്ങനെ തലസ്ഥാനം യുദ്ധക്കളമായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ DYFIയുടെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടായിരുന്നു. ആ മാർച്ച് സംഘർഷഭരിതമായത് നമ്മൾ സലീം മാലിക്കുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സലീം, അങ്ങനെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണല്ലോ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ. KPCC മാർച്ചിൽ വൻ സംഘർഷം. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർച്ച് അക്രമാസക്തമാകുന്നത്. വളരെ വേഗത്തിലാണ് മാർച്ച് അക്രമാസക്തമായത്. പോലീസ് കണ്ണീർവാതകം
പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന് നേരെ വലിയ തോതിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്കടക്കം ഈ കല്ലേറിൽ പരിക്കുപറ്റി. പോലീസിന് നേരെ തുടർച്ചയായി കല്ലേറുണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധ മാർച്ച് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധമുണ്ടാകുന്നു. സലീം മാലിക് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സലീം, പോലീസ് നിരന്തരമായി കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാനായി. KPCC അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഈ നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സമാനതകളില്ലാത്ത നിലയിലൊരു ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണീർ വാതകവും ഒപ്പം അതിന് തൊട്ടു പിന്നാലെ തന്നെ ജലപീരങ്കിയും പിന്നീട് ഗ്രനേഡുകളും തുടരെ ഗ്രനേഡുകൾ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇവിടെ ഈ സമരം നടക്കുന്നതിനിടെ ഉണ്ടായ അതിനായി സ്ഥാപിച്ച സ്പീക്കറുകൾ പോലും തകർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം, മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ നിലയിൽ ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്ന്, ഒരു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. വലിയ നിലയിൽ പോലീസുമായ ഒരു ഏറ്റുമുട്ടൽ, പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ, പരസ്യമായ ഒരു പോർവിളി, തെരുവ് യുദ്ധത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുന്നു. പ്രവർത്തകർ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ, പുറത്തേക്ക് വന്ന പോലീസിനെ പ്രവർത്തകർ വിരട്ടി ഓടിക്കുന്നു. മാത്രമല്ല സലീം, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. പോലീസ് ഗ്രനേഡ് എറിയുന്നു. തെരുവ് യുദ്ധത്തിലേക്ക് പ്രവർത്തകർക്ക് നേരെ പോലും പോലീസ് ഗ്രനേഡ് എറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ നിലയിൽ കെട്ടുകഴുതി ഇങ്ങനെ ഒരു സമരത്തിനെ നേരിടുന്ന ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് നേരിട്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഇവിടെ സാധാരണക്കാരുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ പ്രദേശത്തേക്ക് കടകൾ നടത്തുന്ന മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ ഈ സമരവുമായി ബന്ധമില്ലാത്ത ഒരുപാട് പേർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നേരെ പോലും ഗ്രനേഡ് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഇതിനു മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനിടയിലേക്ക് പോലീസ് ഈ ബാരിക്കേഡിന് പ്രത്യേക പ്രവർത്തകരെ മർദ്ദിക്കാനായി എത്തിയ പ്രവർത്തകർ തല്ലി ഓടിച്ചു. അതിന് പിന്നാലെയാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും മുൻപെങ്ങും ഈ നിലയിൽ സമീപ ദിവസങ്ങളിലെങ്ങും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് തന്നെ ഇവിടേക്ക് നിൽക്കുമ്പോൾ ഏത് സ്ഥലത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത നിലയിൽ അതിഭീകരമായി പോലീസിന്റെ ഒരു തേർവാഴ്ച ഇവിടെ നടക്കുന്നു എന്നുള്ളത്, അത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോലീസ് ഈ നടത്തുന്ന തേർവാഴ്ച എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം സംസ്ഥാനത്തിന്റെ സലീം, നേരത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കല്ലേറ് ഉണ്ടായതിനു ശേഷമാണോ പോലീസിന്റെ ഈ ജലപീരങ്കിയും അതോടൊപ്പം തന്നെ ഗ്രനേഡ് പ്രയോഗവും ഒക്കെ? പോലീസിനെ ഒരു സലീം തുടരുക. അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഇപ്പോൾ ആർക്കാണ് പരിക്കേറ്റിരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ? അല്ലമീൻ, പത്ര ഫോട്ടോഗ്രാഫറുടെ തല പൊട്ടി ചോരയൊഴുകുന്ന കാഴ്ചയുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ക്യാമറാമാൻ ജിനുസ് രാജിന്റെ ചെവിക്ക് കല്ലേറ് കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കല്ലേറായിരുന്നു വ്യാപകമായി പോലീസിന് നേരെ ഉണ്ടായത്. ഈ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും നിലയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. പോലീസ് നിരവധി തവണ ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടുകൂടി ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കണ്ണുനീറി നാല് ഭാഗത്തേക്കും ഓടുന്നൊരു സാഹചര്യം. കോൺഗ്രസ് പ്രവർത്തകരും സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർക്കും ഉൾപ്പെടെ ഇവിടെ നിൽക്കാൻ പറ്റാതെ പല സ്ഥലങ്ങളിലേക്കായി ഓടിയിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഇഫക്ട് കുറഞ്ഞതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഇവിടേക്ക് ഓടി വരികയാണ്, തമ്പടിക്കുകയാണ്. പോലീസ് വീണ്ടും ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിക്കുന്നുള്ള ക്രമീകരണങ്ങളുമായി അവർ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പേര് തിരിഞ്ഞ മറ്റു പലരിലേക്ക് സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ ഈ വേദിയിൽ ഉണ്ടായിരിക്കവെയാണ് KPCC ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. സമാധാനപരമായിരിക്കും പ്രതിഷേധമെന്ന് നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയൊരു കാഴ്ച, അത് പൊടുന്നനെയായിരുന്നു. അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങവെയാണ് ചില പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചത്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തു. അല്ലമീൻ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് പോലീസിന് നേരെ എത്തുന്ന കാഴ്ചയാണോ അത്? അല്ലമീൻ,
അതാണ് നേരത്തെ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം കാരണം ആർക്കിലൂടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും പല ഭാഗത്തേക്ക് 4 ഭാഗത്തേക്കും ഓടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അതിന്റെ ഒരു ഇഫക്ട് വിട്ടുപിരിഞ്ഞതിന് പിന്നാലെ വീണ്ടും പ്രവർത്തകർ ഇവിടേക്ക് മടങ്ങിയെത്തുകയാണ്. പോലീസ് ടിയർ ഗ്യാസ് വീണ്ടും പ്രയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ച് പ്രവർത്തകരെ വീണ്ടും പിന്തിരിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് നടപടിയിലേക്ക് പോലീസ് വീണ്ടും കടന്നേക്കാം. കാരണം പ്രവർത്തകരുടെ പങ്കാളിത്തം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരെല്ലാം മടങ്ങി വന്ന് വീണ്ടും പോലീസിന് നേരെ കല്ലേറ് നടത്തുകയാണ്. വീണ്ടും പോലീസിന് നേരെ പ്രവർത്തകർ മടങ്ങി വന്ന പ്രവർത്തകർ പോലീസിന് നേരെ കല്ലേറ് അല്ലമീൻ സേഫായൊരിടത്തേക്ക് മാറും. അല്ലമീൻ കല്ല് ചീറി വരുന്നുണ്ട്, അത് കാണാം ആ ദൃശ്യങ്ങളിൽ. അല്ലമീൻ സേഫായ സ്ഥലത്തേക്ക് മാറി റിപ്പോർട്ട് ചെയ്യൂ. തലസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം ആണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.